ലോകം എന്നുള്ള സിനിമയിലെ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഏത് വേറെ ഭാഷയിലാണെങ്കിലും പെൺകുട്ടി ഏറ്റവും അവസാനം നായകന്മാർ വില്ലന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ സ്ലോ മോഷനിൽ ഹീറോയുടെ എൻട്രി വരും. ഒന്നും ഉണ്ടായില്ല. നമ്മുടെ പെൺകുട്ടി തന്നെയാണ് എല്ലാവരും ഇടിച്ച് തെറിപ്പിച്ച് ജയിച്ചത്. അതിൻ്റെ അകത്ത് ബാക്കിയുള്ള സ്പെഷ്യൽ അപ്പിയറൻസസ് പിന്നെയാണ് വന്നത്. മലയാളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളുടെ ഇവിടെ നിലനിൽക്കുന്ന ഒരു ലിംഗരാഷ്ട്രീയത്തിൻ്റെ ഒരു 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 അവയർനെസ് ലെവലിൽ കൂടേൻ്റെ ലക്ഷണമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഇപ്പോൾ വിക്ടോറിയ സിനിമയിലെ പുരുഷന്മാരെല്ലാവരെയും ഒന്നും സ്ക്രീനിൽ കാണിക്കുകയല്ല, പുരുഷന്മാരുടെ നിഴൽ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അങ്ങനൊരു സിനിമ കേരളത്തിലാണ് സംഭവിക്കുന്നത്. എക്കോ എന്നുള്ള സിനിമ ഇവിടുത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഓണക്കാലത്ത് ഇറങ്ങിയിട്ട് അവർക്ക് മലയാളത്തിൽ എല്ലാവരുടെയും ഡേറ്റ് കിട്ടും. എല്ലാവരുടെയും ഡേറ്റ് അവർക്കുണ്ട്. അവരടുത്ത് ചെയ്ത സിനിമ ഒന്ന് ആലോചിച്ച് നോക്കുക. കിഷ്കിന്ദ കണ്ണങ്ങാട്ട് എക്കോ പോലത്തെ ഒരു സിനിമ ഇവിടെ വിജയിച്ചിട്ട്, എക്കോ പോലത്തെ ഒരു സിനിമ ഇവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു, ആളുകൾ കാണുന്നു, കളക്ഷൻ കിട്ടുന്നു, കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആകുന്നു. ഇനിയും എങ്ങനെ കണ്ടന്റ് ഡ്രിവൺ സിനിമ എടുക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ലോകം നോക്കിയാലും എക്കോ നോക്കിയാലും വിക്ടോറിയ നോക്കിയാലും ഏത് സ്ട്രീം ഓഫ് സിനിമയിലും, അതൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമയാണെങ്കിലും, ഇപ്പോൾ വിക്ടോറിയയുടെ ബജറ്റ് അത്രയും ചെറിയ ബജറ്റിലാണ് സിനിമ എടുത്തത്, ശിവരഞ്ജിനി എടുത്തത്. സർക്കാർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോകത്ത് എത്ര സ്ഥലത്തുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള ഫിലിം മേക്കിങ്ങിലാണെങ്കിലും കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കേരള ബദൽ, അത് സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് രാഷ്ട്രീയത്തിലും പടരുന്ന ഒന്ന് തന്നെയാണ്. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത.